ഹരേ കൃഷ്ണ, നമസ്തേ. ജ്യോതിഷ കേരളയിലേക്ക് സുസ്വാഗതം. നമ്മൾ 2026 പുതുവർഷ ഫലത്തിലേക്കാണ് വരുന്നത്. എല്ലാവർക്കും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഓരോ വർഷവും പുതുവർഷം വരുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ആദ്യം തന്നെ ഞാനൊരു നിങ്ങളോടൊരു നന്ദിയും കടപ്പാടും പറയുന്നു. കാരണം നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ നമുക്ക് തരുന്ന സബ്സ്ക്രിപ്ഷൻ, ലൈക്ക്, നിങ്ങളുടെ സപ്പോർട്ട്, ഇതാണ് നമുക്ക് എന്നും ഒരു പിൻബലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. നമുക്ക് തുടങ്ങാം. ഇടവക്കൂറിൻ്റെ 2026 പുതുവർഷ ഫലമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഇടവക്കൂറിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ പൊതുവിൽ സമയം വളരെ നല്ലതാണ്. ഏകദേശം ഒരു ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നമ്മുടെ 2-ൽ വ്യാഴവും അതുപോലെ തന്നെ ശനിദോഷം ഇല്ല. വലിയ കടുത്ത രീതിയിൽ നമ്മളിപ്പം സർപ്പദോഷം ബാധിക്കുന്നില്ല. കുറച്ച് കേതുപ്രീതി മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. എങ്കിലും നമ്മൾ ഇനിയിപ്പോൾ വരുന്ന പുതിയ വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 2026 ജൂൺ 2-ാം തീയതി ആകുമ്പം വീണ്ടും വ്യാഴം മാറുകയാണ്. അത് 3-ലേക്കാണ് മാറുന്നത്, 2-ൽ നിന്ന്. അപ്പോൾ ആ സമയം മുതൽ അങ്ങോട്ട് അത്ര നന്നായിരിക്കില്ല. അതായത് 2026 ആദ്യ പകുതി നമുക്ക് വളരെ നല്ലതും സെക്കൻഡ് ഹാഫ് അത്ര അങ്ങോട്ട് ഗുണകരമല്ല. അപ്പം സെക്കൻഡ് ഹാഫിൽ വളരെ ശ്രദ്ധ പുലർത്തണം. അതായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് നിലവിലുള്ള ഈ ആദ്യ പകുതി കൊണ്ട് നമ്മളെ ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാതെ വിജയത്തിലേക്ക് എത്തും. അതായത് ധനപരമായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ തേടി വരും. നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാര്യലാഭം ഉണ്ടാവും. ബിസിനസ്സിലൊക്കെ പുതിയ ഡെവലപ്മെൻറ്റുകൾ വരും. അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉദ്യോഗത്തിനോ അല്ലെങ്കിൽ ജോലി മാറ്റത്തിനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജൂണിന് മുമ്പ് മാറിക്കൊള്ളണം. അത് കഴിഞ്ഞാൽ സമയം നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ പുതിയ പഠനം, വിദേശ പഠനം, അതുപോലെ വിദേശങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ, ഇതെല്ലാം വരാൻ പറ്റുന്ന സമയമാണ്. കല, കായികരംഗം, അതുപോലെ തന്നെ നമ്മൾ ഈ നിയമമായിട്ട് ബന്ധപ്പെട്ട് പോലീസ്, സൈന്യം, പിന്നെ കോടതി, വക്കീൽ, ഇങ്ങനെയുള്ള പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടവർ, സർക്കാർ, അർദ്ധ സർക്കാർ, സൈനിക വിഭാഗക്കാർ, അതുപോലുള്ള വിഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ആദ്യത്തെ 6 മാസം വളരെ ഗുണമാണ്. അതായത് പുതിയ പദവികൾ, സ്ഥാനമാറ്റം, ഗുണകരമായ സ്ഥലം മാറ്റം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ സന്തോഷ അനുഭവങ്ങൾ വരിക, സന്താനങ്ങളെ കൊണ്ട് ഗുണവും ഐശ്വര്യവും വരിക, ഭാഗ്യം വരിക, ഇതൊക്കെ വരാവുന്ന സമയമാണ്. അതുപോലെ തന്നെ വിവാഹത്തിൽ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് വിവാഹം വരികയും അതുകൊണ്ട് ജീവിതത്തിൽ ഗുണവും വരുന്ന ഒരു സമയമാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ ഇടവക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ നക്ഷത്രം പറയാതെ പോയത്, പൊതുവിൽ ഇതെല്ലാം കണ്ടുവരുന്നവർക്ക് അറിയാം. എങ്കിലും ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അറിഞ്ഞിടാത്തവർക്ക് പറയുന്നു. കാർത്തികയുടെ 3/4, അവസാനത്തെ 3 പാദം, 2, 3, 4 പാദം കാർത്തിക, രോഹിണി, പിന്നെ മകയിരത്തിൻ്റെ ആദ്യത്തെ 1-2 പാദമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബ് കണ്ട് എല്ലാവരും നക്ഷത്രങ്ങളും കൂറുമൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ പകുതി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഞാൻ പറഞ്ഞ ധനം. അതായത് സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തണം. ധനം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, ബാങ്കിങ് പോലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധ പുലർത്തണം. അതുപോലെ തന്നെ ധനപരമായ ഇടപാടുകൾ ശ്രദ്ധ പുലർത്തണം. മറ്റുള്ളവരെ ജാമ്യം നിൽക്കുകയോ കടബാധ്യതകൾക്കോ നമ്മൾ ഇടവരുത്തിക്കൂടാ, പ്രശ്നം ഉണ്ടാകും. ഫ്യൂച്ചറിന് വളരെയധികം മാരകമായിട്ട് അത് ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ധനപരമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും പോകരുത്. ആർക്കെങ്കിലുമൊക്കെ അന്നം വാങ്ങിച്ചു കൊടുക്കാമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ലൈഫിൽ നമ്മൾ ബിസിനസ്സിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള പുതിയ പാർട്ട്ണർഷിപ്പോ പിന്നെ അതുപോലെ പുതിയ തീരുമാനങ്ങളൊന്നും ജൂൺ കഴിഞ്ഞാൽ എടുക്കരുത്. 2026 ജൂൺ വരെ സമയം നല്ലതാണ്. നിങ്ങൾക്കെല്ലാം മെച്ചപ്പെടുത്തിയെടുക്കാം. അതുപോലെ 2026 ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുടുംബത്തിലായിരുന്നാലും ഏറ്റവും ആത്മാർത്ഥമായി നമ്മളുമായിട്ട് ഇടപഴകുന്ന നമ്മുടെ സപ്പോർട്ടേഴ്സ്, സുഹൃത്തുക്കൾ, കൊളീഗ്സ്, മേലധികാരികൾ, അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിതൻ ഇവരോടെല്ലാം നമ്മളൊരു മയമായിട്ടും നമ്മൾ എന്താ പറയുക, അത് എപ്പോഴും ജൂൺ തൊട്ടങ്ങോട്ടാണ് മയമായിട്ട് അവരോടൊരു
എന്താ പറയുക, പല സാഹചര്യങ്ങൾ വരും അവരോട് നമുക്ക് ദേഷ്യപ്പെടാനും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും. അവിടെയെല്ലാം നമ്മൾ സംയമനം പാലിക്കണം. സംയമനം പാലിക്കുന്ന പോലെ തന്നെ വാക്കുകളിൽ വളരെ ക്ഷമയും നമുക്ക് സമയം അത്ര നന്നല്ല എന്നൊരു ബോധം മനസ്സിൽ കൊണ്ടു നടക്കുകയും വേണം. ഇങ്ങനെ ചെയ്താൽ 2026 വിജയത്തിലെത്തിക്കാം. ഇനി 2026 ഈ ഇടവക്കൂറിനെ സംബന്ധിച്ച് സംഭവിക്കാവുന്ന വളരെ വലിയൊരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ മുമ്പ് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കിട്ടൂല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിരുന്ന ചില ധനമൊക്കെ തിരിച്ചു വരും. അപ്രതീക്ഷിതമായ ധനയോഗം വരും. ഇതെല്ലാം ജൂണിന് മുമ്പാണ്, ജൂൺ കഴിഞ്ഞിട്ടല്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവിൽ തന്നെ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴദശയും ചൊവ്വാദശയും ചന്ദ്രൻ്റെ ദശയും അത്ര നന്നല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഒപ്പം തന്നെ വ്യാഴദശയിൽ ചൊവ്വ അപഹാരമോ ചൊവ്വാദശയിൽ വ്യാഴ അപഹാരമോ നടക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴം നിങ്ങൾക്ക് പൊതുവിൽ പലതരം അനിഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വ്യാഴം എന്ന് പറയുമ്പോൾ സന്താനത്തിനെ കൊണ്ട് നമ്മൾ ദുഃഖങ്ങൾ വരാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇനിയുള്ള ആദ്യത്തെ ഒരു 6 മാസം കഴിഞ്ഞാൽ സന്താനങ്ങളെ നന്നായിട്ട് നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരുടെ പഠനം എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അവരെ ആരുമായിട്ടൊക്കെ കൂട്ടുകെട്ടി, ഇതെല്ലാം നോക്കണം. സന്താന ദുഃഖത്തിന് സാധ്യതയുള്ളൂ, വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം. എപ്പോഴും ഞാൻ വീഡിയോകളിൽ പറയാറുണ്ട്, ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്കൊരു ഗൈഡ് ലൈനാണ്. അതായത് യഥാർത്ഥത്തിൽ ഒരു അസ്ട്രോളജർ എന്ന് പറയുന്നത്, എനിക്ക് ധാരാളം ക്ലയൻസ് വിളിക്കുമ്പോൾ പറയുന്നത് കേട്ട് എനിക്ക് തന്നെ ചിരി വരും. കാരണം അവരുടെയൊക്കെ ധാരണ ഒരു അസ്ട്രോളജർ അതീന്ദ്രിയ ശേഷികളുള്ള എന്തോ ഒരു മഹാത്മാവാണ്. അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ പോകുന്ന എന്തോ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വലിയ അതീന്ദ്രിയ കഴിവുള്ള, അങ്ങനെയൊന്നുമല്ല. ആസ്ട്രോളജേഴ്സ് എല്ലാം ശരിക്കും നമ്മൾ എടുക്കേണ്ടത്, എൻ്റെ ഒരു കൺസെപ്റ്റാണ്, നമ്മളെപ്പോലെ തന്നെ അവർ കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. പിന്നെ ദൈവാധീനം കൊണ്ട് പല കാര്യങ്ങളിലും അവർക്ക് നമ്മൾ ഒരു ടീച്ചറിനെ പോലെയാണ്. നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന ചില ഗൈഡ് ലൈൻ, ഉപദേശം തരാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജാഗ്രത പുലർത്താനുള്ള ഒരു നിർദ്ദേശം തരാൻ പറ്റും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൗൺസിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് നയിക്കാൻ പറ്റും. അപ്പം നമ്മൾ പോകുന്ന വഴികളിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടാവാം, പുലിയുണ്ടോ പൂച്ചയുണ്ടോ, വഴിയിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് തരുന്ന ഒരു നല്ല ടീച്ചറാണ് അസ്ട്രോളജർ. അല്ല, അസ്ട്രോളജർ ഒരു അതീന്ദ്രിയ ശേഷിയുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജാതകാൽ അങ്ങനെ കിട്ടുന്ന ഗൈഡൻസിനനുസരിച്ച് നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കുകയും താൽക്കാലികമായി ചെയ്യേണ്ട ക്ഷേത്രപരിഹാരങ്ങളോ അല്ലെങ്കിൽ വഴിപാടുകളോ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ സ്വയം നന്നായിട്ട് ജപിച്ച് പ്രാർത്ഥനയിലൂടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുമ്പം ഇത്തരം ആ വഴിയിലെ ദുരിതങ്ങളെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് അസ്ട്രോളജർക്കോ പൂജാരിക്കൊന്നും ഒരു പങ്കുമില്ല. എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. വിശ്വാസം വേണം, അന്ധവിശ്വാസം വേണ്ട. അപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാരണം, നമ്മൾ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ വളരെ പ്ലാനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്ത് തന്നെ ജീവിതം വിജയിപ്പിക്കണം. അവിടെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധ പുലർത്തേണ്ടടുത്ത് ഞാൻ പറഞ്ഞിടത്തല്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വ്യാഴദശയിലെ ചൊവ്വ അപഹാരമോ ചൊവ്വാദശയിലെ വ്യാഴ അപഹാരമൊക്കെ ആണെങ്കിൽ ദശ അപഹാരം അത്ര നന്നല്ല എന്നൊരു ബോധത്തോടു കൂടി നമ്മൾ കാര്യങ്ങളിൽ ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പം ഒരു സെക്കൻഡ് ഒപ്പീനിയനോ തേർഡ് ഒപ്പീനിയനോ എടുക്കുക. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നമ്മളൊരു വലിയ ആളാണെന്ന് ധരിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. എങ്കിൽ ജീവിതം വിജയിക്കും. ഇനി നിങ്ങളെ സംബന്ധിച്ച് ലൈഫ് ലോങ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടവക്കൂറിന് നീല അതുപോലെ തന്നെ കറുപ്പ് ഈ വസ്ത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ നിറമുള്ള പേനയോ ഒക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണ്, ഭാഗ്യം തരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ദ്രനീലം ധരിക്കുന്നത് ഒരു പരിധി വരെ നിങ്ങളുടെ ജാതകാൽ ശനിയുടെ അവസ്ഥയും കൂടെ നോക്കിക്കൊള്ളാമെങ്കിൽ ഇന്ദ്രനീലം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരികയും ജീവിത വിജയം തരികയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ധനുക്കൂറുകാരായ ആൾക്കാർ, അതായത് ധനുക്കൂറെന്ന് പറയുമ്പം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം, ഈ വരുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനിഷ്ടമാണ്. അതായത് അവരുമായിട്ട് ആത്മാർത്ഥമായ ഇടപാടുകളൊന്നും, രഹസ്യ ഇടപാടുകളോ ഒന്നും പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. ബിസിനസ്സിലാണെങ്കിൽ അവരെ ഫിനാൻസ് ഏൽപ്പിക്കാൻ പാടില്ല. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫിൽ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്
എന്ന് പറയുന്നത് ഗണപതിയും മഹാലക്ഷ്മിയാണ്. അപ്പം ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തി അല്ലെങ്കിൽ ലക്ഷ്മി വരാഹമൂർത്തിയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ തൊഴുക, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക. അതുപോലെ തന്നെ ഗുരുവായൂർ അതുപോലുള്ള മഹാക്ഷേത്രങ്ങളുണ്ട്, അതായത് ഭഗവാന്റെ പൗരാണികമായി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ. തിരുവല്ല ശ്രീവല്ലഭനെയൊക്കെ പോലെയുള്ള ശ്രീ പത്മനാഭസ്വാമി പോലുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഇടയ്ക്കൊക്കെ തൊഴുന്നതും നമുക്കൊരു പോസിറ്റീവ് എനർജി അവിടെ തരും. എന്തായാലും 2026 നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമായ മാറ്റവും വരും. എന്നാൽ ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയും വേണം. കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും എന്നും നമ്മുടെ ജ്യോതിഷ കൈരളിയോടൊപ്പം നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ പ്രാർത്ഥനയുണ്ടാകും. നമ്മളെല്ലാവരും എന്നും നല്ലതായിരിക്കുവാൻ എപ്പോഴും പ്രാർത്ഥനയുണ്ട്. ഹരേ കൃഷ്ണ. നന്നായി വരും.